ഹായ് നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി ഒരു കയ്പ വരട്ടിയതാണ് കേട്ടോ. കയ്പ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കയ്പുണ്ടാവും എന്നാണ് എല്ലാവരുടെയും പരാതി. പക്ഷെ ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുള്ളൊരു സൂത്രം കൂടി പറയുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ചെയ്യാൻ മറക്കരുത്, കമൻറ്റുകൾ ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതിലേക്ക് 2 കയ്പയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇടുക. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിൻ്റെ ശേഷം ഒരു 10-20 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. നമ്മുടെ കയ്പ് പോകാനുള്ള ഒരു സൂത്രമാണിത് കേട്ടോ. എന്നിട്ട് ഒരു 20 മിനിറ്റിൻ്റെ ശേഷം നമ്മളത് ഒന്ന് വാർത്ത് പിഴിഞ്ഞെടുത്തതിൻ്റെ ശേഷമാണ് ഉണ്ടാക്കുന്നത്. ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നു. ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് വേണ്ടത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ വേണ്ടത് കറിവേപ്പില. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കണം. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത്, ഞാനൊരു 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഏകദേശം 1 കപ്പ് സവാളയാണ്. ചെറുതായി ചോപ്പ് ചെയ്തതാണ് കേട്ടോ നല്ലത്. എന്നാൽ വേഗം നമുക്ക് വാടി കിട്ടും. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കയ്പ നമ്മൾ വെള്ളത്തിലിട്ട്, ഉപ്പിട്ട വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനിയാണ് നമ്മളുടെ മസാലയും ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് ഇനി മസാലകളാണ്. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഒരു തക്കാളി അരച്ചെടുത്തതാണ് കേട്ടോ. ഒരു തക്കാളി അരച്ചെടുത്ത് കൂടി ചേർക്കുമ്പോൾ നമുക്ക് കയ്പൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നീട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കയ്പ വേവാനുള്ള വെള്ളമാണ്. നമ്മൾ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വെള്ളം ചേർക്കേണ്ട. ഏകദേശം ഒരു ചെറിയ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കയ്പ വെന്ത് കിട്ടാനുള്ളൊരു വെള്ളമാണ് വേണ്ടത്. ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക. മസാലയൊക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മളൊരു മൂടി വെച്ച് അടച്ചു കൊടുക്കുക. കുറച്ച് നേരം വേവിച്ചെടുക്കണം. കയ്പയ്ക്ക് കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ. ഒന്ന് നമ്മൾ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. വെള്ളം വറ്റിയിട്ടുണ്ടോ വെന്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. നമ്മളൊരു പകുതിയൊക്കെ ഒരു വെള്ളം വറ്റി വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ കയ്പ നല്ലോണം വെന്ത് ഇത് നല്ലോണം വരട്ടിയൊക്കെ എടുത്ത മാതിരി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്